ഈ ലോകത്ത് ഏറ്റവും മികച്ച ഫുട്ബോൾ ടീം, പലപ്പോഴും ആരാധിച്ചു പോയൊരു കാലഘട്ടം, മെസ്സി എന്ന മനുഷ്യനാൽ പ്രണയിച്ചു പോയൊരു ടീം. എന്നാൽ ഇന്ന് ഈ ലോകം ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും അതേ ടീമിനെ തന്നെ. പറഞ്ഞു വരുന്നത് അർജന്റീനയെക്കുറിച്ചാണ്. അക്രമ ഫുട്ബോൾ അവരുടെ ശൈലിയാണെന്ന് വാദിക്കുന്ന തലമുറയിൽ നിന്നും ഗുണ്ടാ സംഘമായി മാറിയ ഒരു സംഘത്തിൻ്റെ കഥ. ഇന്നോളം നേടിയ ഒരു വേൾഡ് കപ്പ് കിരീടത്തിന് പോലും സത്യമില്ലാത്ത യാത്ര. മെസ്സി പോലും ആ മോശം സിസ്റ്റത്തിൻ്റെ ഫുട്ബോളിൻ്റെ ഭാഗമായി മാറി എന്നതാണ് കാലം സാക്ഷിയായത്. കഴിഞ്ഞ കാലമെല്ലാം മറക്കാം. എന്നാൽ ഈ വേൾഡ് കപ്പിൽ മാത്രം അർജന്റീനയെ വിലയിരുത്തിയാൽ വെറുക്കാൻ മറ്റൊരു ചരിത്രം പോലും വേണ്ട. പ്രസ്സിംഗ് ഗെയിമെന്നും പറഞ്ഞ് എതിർത്താരങ്ങളെ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുക, ചവിട്ടുക, ചാടിച്ചവിട്ടുക, കഴുത്തിനിടിക്കുക, തലക്കിടിക്കുക, കാലിൽ ചവിട്ടിമറയുക. ഇതെല്ലാം ചെയ്തിട്ടും കാർഡുകളിൽ നിന്നും രക്ഷപ്പെടുക, സർവ്വാനുകൂല്യങ്ങളും ലഭിക്കുക, മത്സരഫലം അനീതിയാകുക. അതുമൂലം അർജന്റീനയുടെ യഥാർത്ഥ പോരാട്ടത്തെ പോലും അംഗീകരിക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. കളി കഴിഞ്ഞാൽ ഉടൻ വംശീയാധിക്ഷേപം നടത്തുന്ന ആരാധകർ, ബാനറുകൾ ഉയർത്തി കാണിക്കുന്ന കളിക്കാർ, തെരുവുകളിൽ എതിരാജ്യത്തിൻ്റെ ഫ്ലാഗ് കത്തിക്കുക, തുപ്പുക, തെരുവ് യുദ്ധം ചെയ്യുക, അങ്ങനെ ഒരു വൃത്തികെട്ട രാജ്യം. കളി കണ്ട് കൂടെ കൂടിയവർ പോലും വെറുക്കാൻ തരത്തിലാണ് ഇവർ ചെയ്തു കൂട്ടുന്നത്. ഒരു ഇന്ത്യക്കാരനെ കണ്ടാൽ പോലും ഇവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ ഇനി കണ്ടു തന്നെ അറിയണം. എൻസോ ലിസാൻഡ്രോ, എമി മാർട്ടിനസ് എല്ലാവരും ചെയ്തതെല്ലാം നമ്മൾ കാലാകാലങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം സിമ്പിളായി കാണുന്ന ഇവർക്ക് കിട്ടുന്ന പരിഗണന ഇങ്ങനെയാണെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ രീതി എങ്ങനെയായിരിക്കും? കളി മാത്രം നോക്കിയാണ് അവരെ സ്നേഹിക്കുന്നതെന്ന് പറയുമെങ്കിലും അവരുടെ ആ മാനസികാവസ്ഥ കളിക്കളത്തിൽ പോലും നടത്തുമ്പോൾ അതിനെ എതിർക്കേണ്ടത് എങ്ങനെയാണെന്നും കൂടി ഇവർ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. നിരന്തരം ജയിച്ചു വന്നപ്പോഴെല്ലാം പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ജീവിതകാലം മുഴുവൻ റൊസാരിൻ തെരുവിലെ മുത്തശ്ശിക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട നാണക്കേടിൻ്റെ കഥയായി അവസാനിക്കുമ്പോൾ കളി തോറ്റപ്പോൾ അടി, ഇടി, വെടി. നാണം കെട്ട് നാറി നിൽക്കുമ്പോഴും ഇരവാദം നടത്തുന്ന ആളുകളുണ്ട് ഈ കേരളത്തിൽ. പക്ഷേ ഈ അവസ്ഥ, പന്ത് തൊടാതെ പോയ ചരിത്രം, അത് എന്നും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇന്നോളം ചെയ്തു കൂട്ടിയതിനെല്ലാം ഇതിലും വലിയൊരു ശിക്ഷ ഇനി ഒരു കാലത്തും കിട്ടാനില്ല. ഫുട്ബോൾ വിജയിച്ചു എന്ന് ഞാൻ പറയില്ല, പക്ഷേ വിതച്ചതേ കൊയ്യൂ. നീ ചെയ്തതെല്ലാം കാലം നിന്നോട് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. ഇനിയൊരു തിരിച്ചുവരവുണ്ടായില്ലെങ്കിലും ഇനി ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാം ഈ 2026 ഫൈനൽ വേദി. അതിൻ്റെ ഓർമ്മയ്ക്കായി സർക്കാർ പോലും അനുവദിച്ചു തന്ന ക്രൈമോറിന് വേണ്ടിയുള്ള ദിവസം. അത് കാലത്തിൻ്റെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ അടയാളപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അത് ജൂൺ 20, അത് ക്രൈമോർ ദിനമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലിയണൽ മെസ്സിയും സംഘവും ഫൈനലിന്റെ കടമ്പയിൽ